and for the chance to learn. Please bless our teachers, classmates, and all who guide us. Help us focus, listen well, and do our best in everything today. Give us patience, understanding, and a kind hearted toward others. May we bring you honor in all we do. Amen. Thank you. Yes. Anything else? നമ്മൾ പറഞ്ഞ പോലെ തോട്ട് ഫോർ ദ ഡേ സൈൻ ഇൻ ക്ലാസ് വെൽക്കം. വെൽക്കം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ സ്വന്തം സ്വാഗതം ചെയ്യുന്നു. കേൾക്കുന്നില്ലേ? ഓക്കെ ജിനീഷ, കഴിഞ്ഞു. മിസ്സിന്റെ സുന്ദരമായ ക്ലാസ്സിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ കൂട്ടുകാരെയും നമുക്ക് മുൻ APJ അബ്ദുൽ കലാമിന്റെ ഏതാനും വാക്കുകൾ ശ്രവിക്കാം. ഇന്നത്തെ ചിന്തയായി എടുക്കാം. ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകൾ ഉണ്ടാകും. പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞ് ഓടിക്കൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണം പറയാം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ പോലെയാണ്. അത് നമ്മളെ കറക്കുന്നു, പിഴിയുന്നു, കുത്തിത്തിരുമ്പുന്നു. എങ്കിലും എല്ലാത്തിനും ഒടുവിൽ നാം വൃത്തിയുള്ളവരായി, കൂടുതൽ നന്മയുള്ളവരായി, കൂടുതൽ മെച്ചപ്പെട്ടവരായി മാറുന്നു. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറായി ഓക്കെ, ലിൻഷി എന്ന് തന്നെയാൻ തോന്നുന്നു പേര്. അതിൽ കാണുന്ന പേര് ഞാൻ പറഞ്ഞതാ. എന്തോ പറയാമോ? യെസ് പ്ലീസ്. ഇല്ല, ഞാൻ ജസ്റ്റ് ഗുഡ് മോർണിംഗ് എല്ലാവരും വെൽക്കം ചെയ്യാന്ന് പറഞ്ഞു. പറയൂ, അതിനെന്താ? ഇല്ല, നാളെ ആവട്ടെ, കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് തുടങ്ങുമ്പോ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എന്തൊക്കെ ചെയ്യണം. ആ ഒരു ഇതുകൊണ്ട് ജനീഷ എല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും, ഇത് മാത്രമല്ല, ആ 3 പേരെ പറയാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ദിസ് ഈസ് യുവർ പ്ലാറ്റ്ഫോം, അവർ പ്ലാറ്റ്ഫോം. ഞാനും ഇതിന്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാണ്. ജസ്റ്റ് ഇമാജിൻ, നമുക്കിപ്പോ ഇത് വിർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമാജിനേഷൻ ഇച്ചിരി പാടായിരിക്കും. നമ്മളിങ്ങനെ സർക്കിളിൽ ഇരിക്കുവാണ് എല്ലാവരും ചേർട്ട്. സോ വി ക്യാൻ സീ ഫേസ് ടു ഫേസ്. നമുക്ക് മുഖത്തോട് മുഖം എല്ലാരെയും കാണാൻ പറ്റും. അതാണല്ലോ സർക്കിളിൽ ഇരിക്കുന്ന ഒരു ഗുണം. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവില്ല ഇതിനകത്ത് ടീച്ചർ ആരാ കുട്ടിയാളുടെ. നമ്മളുടെ ക്ലാസ്സും അങ്ങനെ തന്നെയായിരിക്കും. ആരാ ടീച്ചർ ആരാ കുട്ടി എന്ന് പറയുന്നത് മനസ്സിലാവില്ല. ചില സമയത്ത് മുഫസ്സിറി ആയിരിക്കും ക്ലാസ് ലീഡ് ചെയ്യുക, ചില സമയത്ത് ഐഷ ആയിരിക്കാം, പ്രിൻസി ആയിരിക്കാം. നമുക്കൊരു എന്താ പറയാ, യുണീക്കായിട്ട് നമുക്കൊരു മെയിൽ ബാച്ച്മേറ്റ് ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പേര് മറന്നു കഴിഞ്ഞാൽ പേരെന്തായിരുന്നു? ഗിരീഷ്. ചിലപ്പോ ഗിരീഷ് ആയിരിക്കാം ലീഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അവർ പ്ലാറ്റ്ഫോം. ഓക്കെ, ചില സമയത്ത് ഞാൻ സർക്കിളിന്റെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കും, ചിലപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യായിരിക്കും. ദാറ്റ്സ് ദ വേ ഓഫ് മോണ്ടിസോറി മെത്തേഡ്. ടീച്ചിങ് അവിടെ പറയില്ല. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്, ഇറ്റ്സ് എ ലൈഫ് ലേണിംഗ് പ്രോസസ്. നമ്മുടെ വളർച്ചയുടെ നാൾവഴികളാണ് ഇനി വരാൻ പോകുന്നത്. സോ നിങ്ങൾ നോട്ട്സ് ഒക്കെ എഴുതി വെക്കുമല്ലോ. ഓരോന്ന് ക്ലാസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിലായിരിക്കും അത് നോട്ട് ചെയ്ത് വെക്കുന്നത്. നമുക്കൊരു ഗൂഗിളും AI ഒന്നും അതുപോലെ പറഞ്ഞു തരില്ല, കാരണം അവർക്ക് മനസ്സില്ല, നമുക്ക് ഹൃദയമുണ്ട്. സോ നമുക്ക് വരുന്നത് നമ്മൾ അങ്ങനെ എഴുതി വെക്കും. സോ ആ ഒരു ബുക്ക് എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് കുറേയുള്ള നോട്ട്ബുക്ക് അല്ല, നമ്മുടെ വളർച്ചയുടെ നാൾ വഴി പുസ്തകമാണ്. അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തില്ല, നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ വയ്ക്കും ജീവിതകാലം മുഴുവനും. അതൊരു ലേണിംഗ് ജേർണലാണ്, വളർച്ചയുടെ നാൾ വഴി പുസ്തകം. ആ രീതിയിൽ തന്നെ അത് സൂക്ഷിക്കണം കേട്ടോ. അപ്പോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ക്ലാസ് ലീഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ റെഡി ആയിട്ട് മുന്നോട്ട് വരും. സോ വേർ വി നമ്മൾ എവിടെയാണ് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നല്ല അന്ന് മിസ് എടുക്കുന്ന ക്ലാസ് എല്ലാം അപ്പപ്പോ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെക്കണം, കാണാപ്പാഠം പഠിച്ചിട്ട്. എന്റെ കൃഷ്ണ, എന്നോട് കാണാപ്പാഠം പഠിക്കുന്ന കാര്യം പറയരുത് കേട്ടോ. നമുക്കിത് ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് വന്നതിനെ ജസ്റ്റ് കോൺട്രഡിക്ട് ചെയ്തതുപോലെ. നമുക്കിവിടെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ജനീഷ്, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അന്ന് ഞാൻ ഓറിയന്റേഷൻ സെഷനിൽ ഞാൻ ചോദിച്ചതാണ് കേട്ടോ. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വന്ന് നിന്ന് ബെഗ് ചെയ്താൽ, കൈ നീട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ജനീഷ് എന്ത് ചെയ്യും?
ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ മനസ്സിലാക്കി കാണാപ്പാഠം പഠിച്ചിട്ട് ആ കുട്ടിയോട് അതിനനുസരിച്ച് പെരുമാറും, എന്താ ചെയ്യാ? ജസ്റ്റ് എന്താ മനസ്സിൽ തോന്നുന്നത്? അങ്ങനെ ഒരു കുട്ടി വന്ന് നിന്നാൽ എന്ത് ചെയ്യും? മിസ് എന്നോടാണോ? ജനീഷ ആരാ ചോദിച്ചേ കാണാപ്പാഠം പഠിക്കണമെന്ന്? ഞാൻ റുബീന. ഓക്കെ, സോറി ജനീഷ, വെരി സോറി. എനിക്ക് നോക്കുമ്പോ രണ്ടും മ്യൂട്ടായിട്ടിരിക്കണ കണ്ടപ്പോ ഞാൻ ജനീഷ എന്ന് വിചാരിച്ചു. ഓക്കെ, വെരി സോറി. പറയൂ. മിസ് എന്താ ചോദിച്ചേ? ഒരു കുട്ടി വന്ന് കൈ നീട്ടിയിട്ട് ബെഗ് ചെയ്താൽ, യാചിക്കുവാണ് പൈസക്കോ എന്താന്ന് വെച്ചാ എന്ത് ചെയ്യും? റിജു എന്നാണോ? റീജു വീട്ടിൽ നിന്ന് വിളിക്കുന്നത്. ആ, ഓക്കെ. അപ്പൊ എന്റെ കയ്യിൽ എന്താ ഉള്ളേ നോക്കിയിട്ട് ആ കുട്ടിക്ക് കൊടുക്കും. ഓക്കെ, അത് റിജുവിന്റെ ഒരു പെർസ്പെക്റ്റീവ് അല്ലെ? ഞാൻ ഒരു ഓഡിയോ ഓൺ ചെയ്ത് ഇതിനൊരു മറുപടി പറയാനുള്ളത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലർക്ക് ഓഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആയതുകൊണ്ട് കേട്ടോ ഞാൻ പേര് പറയാത്തെ. ഇപ്പൊ റീജു കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു. വേറെ ആരാളുള്ളത്? ആ കുട്ടിയുടെ സിറ്റുവേഷൻ എന്താണ്, സാഹചര്യം എന്താണ്, തിരക്കും എന്ത് അവസ്ഥയെന്നാണ് ആ കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്ന് തിരക്കാൻ പറ്റും. എന്നിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്തു കൊടുക്കും ആ കുട്ടിക്ക്, നമ്മളെ കൊണ്ട് ഒക്കുന്ന സഹായം. ഓക്കെ, അൻസീന്ന് തന്നെയല്ലേ? അൻസി തന്നെ, അതെ ടീച്ചർ, അൻസിയാണ്. അൻസിയുടെ ഒരു കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ് എന്ന് നമ്മൾ പറയും അല്ലെ? ആ കാഴ്ചപ്പാടാണ് അൻസി പറഞ്ഞത്. അൻസിയുടെ ഒരു വ്യൂ പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടി വന്നു നിന്നാൽ ഞാൻ നോക്കും എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ വരാൻ സാഹചര്യം ഉണ്ടായി. കാരണം കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു ഏജിൽ അവർ സ്കൂളിൽ പോകേണ്ട കുട്ടികളാണ്. അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ടൈമിൽ ബെഗ് ചെയ്ത് നടക്കുന്നതെന്ന് നമുക്ക് തോന്നാം ഒരു ഇതല്ലേ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എന്നെ പിൻ ചെയ്തത് കാരണം എനിക്ക് ആകെ 5 പേരെ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 5 പേരുടെ പേരെ എനിക്ക് കാണുന്നുള്ളൂ. അതിൽ റിജു പറഞ്ഞു, അൻസി പറഞ്ഞു, പിന്നെ എനിക്ക് കാണാൻ പറ്റുന്നത് മുഫൈസില, ലിൻഷി, ജനീഷിയാണ്. പിന്നെ ഞാൻ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കേണ്ടി വരും, വെറുതെ നമ്മുടെ സമയങ്ങളുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ മുന്നോട്ട് വരും, എല്ലാരും പറയും, പറയാൻ പറ്റുന്നവർ, ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ പറയും. വാട്ട് യു വിൽ ഡു, നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു കുട്ടി വന്ന് നിന്നാൽ ഭയങ്കര വിഷമായിരിക്കും. വിഷമം തോന്നൂലേ? അങ്ങനെ ഒരു കുട്ടികൾ നമ്മുടെ മുന്നിൽ വന്ന് നിന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു വിഷമം തോന്നും. അതെ, നമുക്ക് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണോ അതുപോലെ ചിലപ്പം അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പ് എന്തെന്ന് വെച്ചാൽ അന്നേരം ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്തു കൊടുക്കും. പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചിട്ട് നമുക്ക് പറ്റുന്ന ഹെൽപ്പ് വീണ്ടും നമ്മളുടെ കഴിവനുസരിച്ച്. ആലിയ എന്നാണ് പേര്? ആലിയ എന്നാണ് പേര്? ഫാത്തിമ മുംതാസ്. ആണോ ഞങ്ങൾ ഈ കാണുന്നത്? അല്ല അല്ല. ഓക്കെ, ഫാത്തിമ പറഞ്ഞതുപോലെ എമ്പതി, അതാണല്ലേ. നമ്മൾ നമ്മുടെ കുട്ടികളെ ആ സ്ഥാനത്ത് ചിന്തിച്ചു നോക്കും. അപ്പൊ നമ്മുടെ ഫീലിംഗ് ഭയങ്കര ഇതായിരിക്കും. നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കും എന്നാണ് പറഞ്ഞത്. യെസ്, നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കും. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ വ്യൂസ് പറയാട്ടോ. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം കേട്ട ഉടനെ തോന്നിയത് അങ്ങനെയും പറയും. ടീച്ചർ, ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട്. മുമ്പ് 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മള് റെയിൽവേ പാളാത് വഴിയാണ് പോകുന്നത്. അപ്പൊ ഈ സ്റ്റേഷന്റെ 2 സൈഡിലും ഈ മലയാളികളല്ല ബംഗാളികളായ കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ ഇങ്ങനെ താമസിക്കുന്നതും അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നതും ഒക്കെ. അതിൽ ഒരുപാട് പെൺകുട്ടികളെ, കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഒരുപാട് വിഷമം തോന്നുന്നു. അതാണ് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് ടീച്ചർ ഇത് പറഞ്ഞപ്പോഴത്തേക്ക്. ഒരുപാട് കൊച്ചുകുട്ടി, നല്ല ഡ്രസ്സില്ല, ആഹാരമില്ല, അല്ലെ ഒരുമാതിരി എന്താണ് പറയുക, അവരെ കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും. ആ രീതിയിൽ കുട്ടികൾ ഇങ്ങനെ, ചിലരുടെ കയ്യിൽ കൊച്ചുങ്ങളുടെ കയ്യിൽ വേറെ അങ്ങനെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കൊരു ഒരു സെക്കൻഡ്, ലിൻഷിയും പറയുന്നുണ്ട്, അമലയും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ആരാദ്യം പറയണം എന്നുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ അമല? ഓക്കെ. അല്ല, ചേച്ചി നേരത്തെ ചോദിച്ചില്ലേ ഒരു ക്വസ്റ്റ്യൻ, കാണാപ്പാഠം പഠിച്ചിട്ട് ചോദിക്കണമെന്ന്.
അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ആര് വന്നു നിന്നാൽ നമുക്കത് കാണാപ്പാടം പഠിച്ചു വെച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ അപ്പോഴെന്താണോ തോന്നുന്നത് അതാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് മാഡം ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഒന്നും നമ്മൾ വിചാരിച്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കാണാപ്പാടം പഠിച്ച് ചെയ്യാനോ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പോഴും ചെയ്യാൻ എന്നാണ് പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലൈഫ് ലേണിംഗ് പ്രോസസ്സാണ്. അവിടെ കാണാപ്പാടം നമ്മൾ നമ്മുടെ ജീവിതം ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത് നമ്മളൊന്നും ഇങ്ങനെ ഇതുപോലെ കാണാതെ പഠിച്ച് അങ്ങനെ പോവില്ലല്ലോ. ഒക്കെ ലിൻഷി പറഞ്ഞു. എനിക്ക് തോന്നിയത് എനിക്ക് ഒരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോളും കൂടി ഒരു മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഒരു കുഞ്ഞ് വന്ന് ഇങ്ങനെ കൈ നീട്ടി. അപ്പം ഞാൻ ആ സമയത്ത് നമുക്ക് ആ കുഞ്ഞിന്റെ സിറ്റുവേഷനും കാര്യങ്ങളും അവരുടെ മൊത്തം ഹിസ്റ്ററി ഒന്നും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് എൻ്റെ മോളോട് ചോദിച്ച്, ഞാൻ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ മോൾക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ച് ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അവൾ പറഞ്ഞു എനിക്ക് ഐസ്ക്രീം മതിയെന്ന്. അപ്പൊ ഞാൻ എൻ്റെ മോൾക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു, ആ കുട്ടിക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് ആ സമയത്ത് അതേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് അവരുടെ ഫാമിലി കാര്യങ്ങളൊക്കെ പോയി നമുക്ക് അന്വേഷിച്ച് അങ്ങനെ ഒരുപാട് അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. അതാണ് എൻ്റെ ഒരു അനുഭവം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ വേ ഓഫ് ലേണിംഗ് കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവും. അതിലെ ഓരോ വരികൾ മാത്രമല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്, നമ്മൾ റിലേറ്റ് ചെയ്യുന്നു നമ്മളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ വളരെ പ്യുവർ സോൾസ് ആയ കുഞ്ഞുങ്ങളെ ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. അത്രയും ഡെലിക്കേറ്റ് ആണ് അവർ വളരെ ഇന്നസെന്റ് ആണ്. അപ്പൊ നമ്മളെ ലൈഫ് ലേണിംഗ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്കൊന്നും കാണാതെ പഠിച്ച് നമുക്കത് പറ്റില്ല. പിന്നെ റീജി പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട് അതിനകത്ത്. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും എക്സാം ഉണ്ടാകും അല്ലെ. നമ്മളുടെ ക്രൈറ്റീരിയ അതാണ്. നമുക്കൊരു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ അതിന് അതിൻ്റെതായ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ എക്സാംസ് നടത്തും, നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ നമ്മുടെ ടോപ്പിക്സിനെ കുറിച്ച് നല്ല പോലെ അവെയർ ചെയ്തിരിക്കണം. പക്ഷെ ഒരിക്കലും അതൊരു ബൈഹാർട്ടിനേക്കാളും നമ്മളത് മനസ്സിലാക്കുമ്പോഴായിരിക്കും നല്ലത്. കാരണം ഓറിയന്റേഷൻ സെഷനിൽ ഞാൻ പറഞ്ഞിരുന്നു, 10th ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുമോ? കാരണം നമ്മളന്ന് സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു, നമ്മളന്ന് ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ ശരിക്കും കടന്നു പോയിട്ടില്ലായിരുന്നു, അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ കുട്ടികളെയും ആ ഒരു രീതിയിൽ തന്നെ കൊണ്ടുപോകാനായിട്ട് നോക്കും. കാരണം എനിക്കിത് അനുഭവം വന്നത് കാരണം എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ സോഷ്യൽ സയൻസ് അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഞാൻ കൊറോണ ടൈമില് എന്റെ സ്കൂളിൽ ടീച്ചർമാരില്ല, ഞങ്ങൾ ഓൾഡ് സ്റ്റുഡൻസ് ചില ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ടീച്ചർമാര് കുറവായ സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് ഈ പറഞ്ഞ സോഷ്യലിനില്ലായിരുന്നു, മാത്സിനില്ലായിരുന്നു, ബയോളജിക്കില്ലായിരുന്നു. ഓൺലൈനായിട്ട് ഞാൻ 8, 9, 10 ക്ലാസ്സുകൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ് കൊടുത്തു. ആ സമയത്ത് സോഷ്യലില് ഫ്രീഡം, നമുക്ക് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ കാര്യങ്ങളുടെ ആ ഒരു ഭാഗം വന്നപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുഴപ്പി പഠിക്കുമായിരിക്കും. പക്ഷെ നമ്മൾ ഒരാളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കണം അല്ലെ. അവർക്ക് മാക്സിമം നമ്മൾ കൊടുക്കണം, ഇൻപുട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും റെഫർ ചെയ്തൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നി. ആ ഫ്രീഡം എങ്ങനെ കിട്ടി എന്നുള്ളതും കുറെ ആളുകളുടെ സ്ട്രഗിളും അവരതിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ വരെ നഷ്ടപ്പെടുത്തിയതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം അപ്പൊ ശരിക്കും അത് ഉള്ളിൽ ഇങ്ങനെ തട്ടാൻ തുടങ്ങി. അതേപോലെ തന്നെ അത് കുഞ്ഞുങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവർക്കും അത് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ആ ഫീല് വന്നതിനെ ഞാൻ ഒരിക്കലും അത് മറക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരാളെ പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിനെപ്പറ്റി ഡീപ്പായിട്ട് നോക്കി. കാരണം പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ അതുപോലെ ഫ്രം ദ ഹാർട്ട് വരണം നമുക്ക് എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുപോലെ ഒരു ലേണിംഗ് പ്രോസസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിലെല്ലാവരും
സ്റ്റുഡന്റ് എന്നുള്ളൊരു പരിപാടിയില്ല, ട്രെയിനീസ് ആണ്. നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്ത് നിങ്ങൾ അവസാനം ട്രെയിനറായി മാറുവാണ്. മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിക്കാവുന്ന രീതിയിൽ നിങ്ങൾ കേപ്പബിൾ ആവുകയാണ്. ആ ഒരു കപ്പാസിറ്റി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അപ്പൊ അത് അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നും അത് വരണം. നമ്മളൊരു പേപ്പർ വായിച്ച് പരീക്ഷാ സമയത്ത് നമ്മളുടെ PDF നല്ലപോലെ തറവായിരിക്കണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോടൊരു ടീച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ എന്നോട് ചോദിച്ചു, ഒരു ക്ലാസ്സിലുണ്ട്, ഒരു ബാച്ചില് ആൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, റെക്കോർഡ് ക്ലാസ്സും ശരിയായ രീതിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ എന്നോട് ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ എക്സാമിന് പാസ്സാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് വായിച്ചാൽ എക്സാമിന് പാസ്സാവും, പക്ഷെ ടെക്സ്റ്റ് വായിക്കുന്നതിലും എളുപ്പമാണ് റെക്കോർഡ് ക്ലാസ് കാണുക. നമ്മുടെ ഉള്ളിൽ അതിരിക്കും. ടെക്സ്റ്റിൽ നിങ്ങളൊരു പാരഗ്രാഫ് ഒരു തവണ വായിച്ചു, ഒന്നും മനസ്സിലാവുന്നില്ല. 2 പ്രാവശ്യം, ചിലർക്ക് അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ചിലർക്ക് അതൊരു 5 പ്രാവശ്യം 10 പ്രാവശ്യം ആകുമ്പോഴാണ് മനസ്സിലാവുക. അതേസമയം ഒരു 5 മിനിറ്റ്സ് നമ്മുടെ ക്ലാസ് ആ ടോപ്പിക് റിലേറ്റഡ് കേൾക്കുമ്പോൾ വിത്തിൻ 5 മിനിറ്റ്സ് നമ്മളുടെ ഉള്ളിലേക്ക് അത് കയറും, പിന്നെ പോവില്ല. അതാണ് ഡിഫറൻസ്. വേറെ ഏത് സബ്ജക്റ്റിനേക്കാളും മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു ഡിഫറൻസ് അതാണ്. ക്ലാസ് പോകുന്നത് ഒരു ലൈഫ് ലേണിംഗ് പ്രോസസ്സിലൂടെയാണ്. ഇപ്പൊ കുട്ടി വന്ന് നിന്നാൽ എന്ത് ചെയ്യുന്നു പറഞ്ഞപ്പോ നമ്മളുടെ കാഴ്ചപ്പാടുകൾ പുറത്തേക്ക് വന്നു. അതുകൂടാതെ എക്സ്പീരിയൻസ് ചെയ്യുന്നു പലരും പറഞ്ഞു, അല്ലെ? ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് കൊണ്ട് ഈ കുട്ടികളെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന റാക്കറ്റുകൾ ഉണ്ടല്ലേ, അവരെ ഇതിനായിട്ട് വിട്ടുന്ന റാക്കറ്റുകൾ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ. നമുക്കൊരു പക്ഷെ അതിനുള്ള ധൈര്യം ആ സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിനെ പറ്റി ആരെങ്കിലും നമ്മൾ അറിയിക്കണം. ഓക്കെ, അപ്പൊ ബെഗ്ഗിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷെ അവിടെയും പ്രശ്നം പറ്റിയിട്ടുണ്ട് എനിക്ക്. ഞാൻ ഒരു 1996 തുടങ്ങി 2000 വരെ ആയിരുന്നു എൻ്റെ ഡിഗ്രി കാലഘട്ടം. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. ആ സമയത്ത് ചെങ്ങന്നൂരായിരുന്നു. ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാശൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് ചിലവാക്കുന്ന ഒരു സമയം. ₹1 50 പൈസക്ക് വരെ ഭയങ്കര വിലയുണ്ടായിരുന്ന ഒരു ടൈം. അപ്പോ ഞാൻ വീട്ടിലേക്ക് വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു ലേഡി വളരെ ഒരു കൈക്കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ച് വന്ന് മുന്നിൽ നിന്ന് കൈ നീട്ടി. അപ്പൊ അന്നൊരു പൊതിച്ചോറിന് ഒരു 15 രൂപ തുടങ്ങി 20 രൂപ വരെ ആകും. അപ്പൊ നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ യാത്രയ്ക്ക് ആവശ്യമായിട്ട് തരുന്ന പോക്കറ്റ് മണിന്ന് ആണ് അത്രേ ഉള്ളൂ, വളരെ കുറവ്. ചിലപ്പോ മാസം ഒരു 100 രൂപ 50 രൂപ 100 രൂപയ്ക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ കയ്യിലിരുന്ന കാശ് കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിയിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. അവരെന്താ ചെയ്തതെന്നറിയോ? അവർ ആ പൊതി അങ്ങനെ തന്നെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഭക്ഷണത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്നവരാണ് നമ്മള്. ചെറുപ്പത്തിൽ ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുണ്ട് ഫുഡിന്റെ കാര്യത്തില്. അപ്പൊ അങ്ങനെ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം അന്നത്തെ ആ ഒരു വിലയും എന്ത് വിലയായിക്കോട്ടെ, ഭക്ഷണമാണ് അതിന് കൊടുത്ത ആ വാല്യൂ, ആ മണിയും നഷ്ടമായില്ലേ. അത് കാരണം ഞാൻ ഒരിക്കലും ബെഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്യില്ല. ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തപ്പോ എനിക്ക് ഇതാണ് ഒരു അവസ്ഥ കിട്ടിയത്. രണ്ടാമതുണ്ടായിരുന്ന ഒരു അനുഭവം, ഞാൻ കല്യാണത്തിന്. യെസ് പ്ലീസ്. ഇതുപോലൊരു അനുഭവം ഇതിന് 2-3 മാസം മുന്നേ എനിക്കും ഉണ്ടായിട്ടുണ്ട് മാം. ഈ സെയിം അനുഭവം. അത് കുട്ടിയായിരുന്നു മാം പറഞ്ഞ പോലെ. കുട്ടികളായിരുന്നു, 2 കുട്ടികൾ, ഒരു ആൺകുട്ടി പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു 7, 6 അങ്ങനെ ഒരു ഏജാണ് കുട്ടികളുടെ, ചെറിയ കുട്ടികളാണ്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ കഴിച്ചിട്ട് ഞങ്ങള് മോളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ബാക്കി പിസ്സയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പൊ അത് ബാക്കി ഇനി കഴിക്കാന്ന് പറഞ്ഞിട്ട് പാഴ്സൽ ചെയ്ത് വാങ്ങിച്ചപ്പോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഈ കുട്ടികൾ അത് ചോദിച്ചു, എന്തെങ്കിലും തരാൻ വേണ്ടി ചോദിച്ചു. അപ്പൊ ക്യാഷ് കൊടുത്തില്ല. എനിക്ക് ക്യാഷ് കൊടുക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പൊ ഞാൻ ഇതേപോലെ ആ കയ്യിലുള്ള ഫുഡ് അത് ആ കുട്ടികൾക്ക് കൊടുത്തു. ഞങ്ങളൊരു ഓട്ടോയിൽ കയറി അങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോ ആ കുട്ടികൾ അത് തട്ടി കളിക്കുന്നു. ഭയങ്കര സങ്കടം. നമ്മൾ തന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കുക, അത് ബാക്കി. കാരണം അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം, എനിക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പാർസൽ ചെയ്ത് വാങ്ങിയ സാധനം അവർക്ക് അതൊരു വിലയില്ലാതെ തട്ടി കളിക്കുക. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചത് ആ സാധനം എന്ന് തുറന്ന് നിലത്ത് വീണു. പിസ്സ നിലത്ത്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അപ്പൊ എന്റെ മോള് പറഞ്ഞു അവര് തട്ടി കളിക്കണം ഉമ്മ എന്നപ്പോ പിന്നെ വിചാരിച്ചു ഇനി അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒന്നും കൊടുക്കില്ല, അവർക്ക് അതൊന്നും ഒരു വാല്യൂ ഇല്ല. അതുപോലെ ഒരു കുട്ടി ചെരുപ്പില്ല, എനിക്ക് ചെരുപ്പ് വാങ്ങിക്കാനാണ്, പൈസ തരുമെന്ന് ചോദിച്ചു. പക്ഷെ അവർക്ക് ചെരുപ്പ് വാങ്ങിക്കാൻ കൊടുത്താലും അവർ ആ ക്യാഷ്
വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കും. എന്നിട്ട് പിന്നെയും അടുത്ത് ചെരുപ്പ് വാങ്ങിക്കാനാന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. അത് ഭയങ്കര ഫീലായി അത് മാം പറഞ്ഞ പോലെ. രണ്ടാമത് എന്താ അനുഭവം? ലിൻഷി എന്തോ പറയാൻ വന്നല്ലോ. എന്തായിരിക്കും അതിന്റെ റീസൺ? ഇത് ഈ റാക്കറ്റ് ആയിരിക്കാം, അവർക്ക് ക്യാഷ് കൊണ്ടുപോയാലായിരിക്കാം, അവർക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു ഭാഗം കിട്ടുള്ളായിരിക്കും, അല്ലെങ്കിൽ എന്തോ അറിയില്ല എന്താന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാനും ഹസ്ബൻഡും കൂടെ മറൈൻ ഡ്രൈവിലെ ആ മഴവിൽ പാലത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഒരു ലേഡി കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ട്, മറ്റേ കുട്ടി ഒക്കത്തുണ്ട്. അപ്പൊ കൈ നീട്ടിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങൾ 3 പേരില്ലേ, ഭക്ഷണം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. കാശ് തരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് കാശ് മതിയെന്ന് പറഞ്ഞു. കാശ് തരില്ല, നിങ്ങൾക്ക് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു, കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീ എന്താ പറഞ്ഞതെന്നറിയാം? അവരെന്നെ കേഴ്സ് ചെയ്തു. നിനക്ക് ഒരു കാലത്ത് മക്കൾ ഉണ്ടാവാതെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ അവിടെ നിന്ന് കേഴ്സ് ചെയ്തു. പെട്ടെന്ന് കേട്ടപ്പോ നമ്മളങ്ങ് ഷോക്കായി പോയി. അപ്പൊ അതെ, ഇങ്ങനെയുള്ള കുട്ടികൾ ജീപ്പേ കൊണ്ട് നടക്കാറുണ്ട്. അതാണ്. അതുപോലെ എനക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാ, ഞാന് റോഡ് സൈഡിൽ ഒരമ്മ ഇങ്ങനെ നിലത്ത് കിടക്കുക മണ്ണില്. അപ്പൊ എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല. എന്നിട്ട് ഞാൻ ആ ബസ്സിന് വെച്ച പൈസയാണുള്ളത്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇനി ആ പൈസ കൊണ്ട് വാങ്ങിയിട്ട് ഇനി ഇങ്ങനെ ഇപ്പൊ ബസ്സിന് പോവാന്ന്. ആ ഒരു ഇല്ലാത്ത സമയത്തായിരുന്നു. അപ്പൊ ഞാനൊരു ചായയും പൊറോട്ടയും കറിയെല്ലാം കൂടിയിട്ട് വാങ്ങിക്കൊടുത്ത്. അത്രയും സങ്കടം തോന്നിയിട്ട് ഒരു കുപ്പി വെള്ളവും. എന്നിട്ട് വാങ്ങിക്കൊടുത്തേരും പറയാ, എനിക്ക് ഈ ഫുഡ് വേണ്ട, എനിക്ക് പൈസ മതി. എനിക്ക് ആകെ ഈ ചുറ്റിലും നിന്ന് ആണുങ്ങളെല്ലാം നിന്നിനേനു. എന്നിട്ട് അവരെല്ലാം എന്നിങ്ങനെ സാധാവത്തിൽ നോക്കുക. കാരണം ഞാൻ അത്രയും ഇഷ്ടത്തോടെ കൊടുത്തിട്ട് അവര് പറയാ, എനിക്ക് ഇത് ഫുഡ് വേണ്ട, പൈസ മതി. ഇതാന്ന് ചില ആൾക്കാർക്ക് അത് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ആവശ്യമുള്ള ആൾക്കാരെ അറിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. എന്ത് തന്നെയാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് കൊടുക്കുക. ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു മോന്റെ കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം. കാരണം ഓൾറെഡി നമ്മൾ ഹാഫ് ആൻ അവർ പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഉള്ളിൽ തട്ടിയ ഒരു അനുഭവമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വരുമ്പോൾ ഞാൻ അങ്ങനെ മറന്നു പോവാണ്, എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണേ പ്ലീസ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പം മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും കയറി പ്രാക്ടീസ് ചെയ്യാം. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ മാർക്ക് ഏതെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ടോപ്പിക് നല്ലപോലെ നോക്കി അത് മനസ്സിലാക്കി അത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് ടീച്ചറോട് ഡൗട്ട് ചോദിച്ചോളൂ. ചോദിക്കൂ. ടീച്ചർ, നമ്മള് ഈ ടെക്സ്റ്റ് നോക്കി ആവശ്യമുള്ള നമുക്ക് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്സ് പഠിക്കണോ, അതേ ടീച്ചർ നോട്ട് തരുന്ന അത് മാത്രം പഠിച്ചാൽ മതി? ടീച്ചർ നോട്ട് ഇട്ട് തരുമോ ക്ലാസ് വർക്കിലോട്ട്? ഞാൻ നോട്ട് ഒരു ടീച്ചേഴ്സും കൊടുക്കാറില്ല. കാരണം ഈ ഒരു മെത്തേഡിൽ നമ്മൾ അങ്ങനെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാറില്ല. നമ്മൾ ക്ലാസ്സിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, ഈ ഒരു ബെഗിങ്ങിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങളുടെ വ്യൂസ് എഴുതി വെക്കാം. ഇത് നോട്ട് നോക്കി പഠിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് അല്ല. അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് തുടക്കമായതുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണോ പഠിക്കേണ്ടത്, എങ്ങനെയാ പഠിക്കേണ്ടത്, നമ്മൾ ഇതുവരെയും പഠിച്ച മെത്തേഡാണോ അതോ ഇതിന് വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. നോ പ്രോബ്ലം, നോട്ടില്ല. ബട്ട് നമ്മൾ കുറെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്ത് തരും. ചില കാര്യങ്ങളെ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരുമ്പോൾ അതിന്റെ കുറച്ച് ലിങ്കും അതിന്റെ ചിലപ്പോൾ വേറെ PDF എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ PDF അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് പോകും. എഴുതി പോവാം. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവാം. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അത് സൂക്ഷിച്ചു വെക്കുക, കാരണം അത് അത്രയും വാല്യൂ ഉള്ളതായിരിക്കും. ഓക്കെ, നമ്മൾ എവിടെ വരെ? ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞില്ലേ? യെസ്, ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. ഓക്കെ, നമുക്ക് വെൽനസ് ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് ആയിരിക്കും വെൽനസ് കാണുന്നത്. നമ്മൾ ഹെൽത്തും ഫിസിക്കൽ ഫിറ്റ്നസ്സും പറഞ്ഞു. പക്ഷെ അതിന്റെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഹെൽത്തി ആയിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് അനുസരിച്ചുള്ള നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചുള്ള എക്സസൈസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അത് നമ്മളെ കുറച്ചുകൂടെ ലൈവ് ആക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈവൻ സർജറി കഴിഞ്ഞവരോടാണെങ്കിലും ഡോക്ടേഴ്സ് ഇത്ര നേരം നടക്കണം അങ്ങനെയൊക്കെ പറയാറല്ലോ. ഓപ്പൺ ഹാർട്ട് ഒക്കെ സർജറി ചെയ്തവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ തന്നെ ഒന്ന് നടത്തിയൊക്കെ നോക്കും. അവരോട് എന്നിട്ട് ദിവസം ഇത്ര സമയം നടക്കണം, ഏത് രീതിയിൽ നടക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി ഈ വെൽനെസ്സിന്
പല ഡയമെൻഷൻസ് ഉണ്ട്. അത് നമ്മളുടെ ഇതിലില്ല, ബട്ട് ടെക്സ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്ത് തരും, വെൽനെസിന്റെ കൺസെപ്റ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. അത് വിട്ടിരുന്നാല് ഒരു ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അങ്ങനെ വിട്ടുപോകും. അന്ന് നമ്മൾ പറഞ്ഞു പോയി ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. നമ്മള് നല്ല നമുക്ക് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂല? അല്ല അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താന് നമുക്ക് പറ്റുമോ? തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാലോ. ആക്ച്വലി നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് പേഴ്സണൽ നമ്പർ കൊടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ നമ്പർ ഞാൻ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ സാർ എന്നോട് ചോദിച്ചു ടീച്ചർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ഫോൺ എടുക്കുള്ളൂ. പക്ഷെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. റീജു അല്ലേ ഇത് ചോദിച്ചേ? കാരണം എല്ലാ ബാച്ചിലെ കുട്ടികളും അറിയാം ഞാൻ മറന്നു പോകുന്നത്, കാരണം അവരെല്ലാ കാര്യം എന്തെങ്കിലും ഓർപ്പിച്ചുകൊണ്ടിരിക്കും. ഐ വിൽ ഗീവ് യു മൈ നമ്പർ, പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് നിങ്ങൾക്ക് വല്ല ഇപ്പൊ തന്നെ കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്ക് ആകെ ഒരു നമ്പറേ ഉള്ളൂ, അത് തന്നെയാണ് കോളും വാട്സാപ്പും. കോൾ ചെയ്ത് എടുക്കൽ ഇത്തിരി പാടായിരിക്കും, അങ്ങനെ ക്ലാസ്സിലൊക്കെ ആയിരിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അപ്പോഴേക്കും ക്ലാസ് റൂമിൽ അത് വന്നിട്ടുണ്ടാവും. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്, അപ്പൊ കുറെ കൂടെ പേരെ കൂടെ എനിക്ക് കാണാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ വെൽനെസ് നമുക്കറിയാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ലോകാരോഗ്യ WHO. ഓക്കെ, WHO പല പല ഡെഫിനിഷൻസ് കൊടുക്കും. ഹെൽത്തിനാണെങ്കിലും വെൽനെസ്സിനാണെങ്കിലും അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും WHO ഒരു ഡെഫിനേഷൻ ഉണ്ടാവും. അപ്പൊ കൊറോണ അതിന്റെ ഔട്ട് ബ്രേക്ക് വന്ന സമയത്ത് WHO കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ അങ്ങനെ അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും WHO പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് വരാറുണ്ട്. വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവ് പ്രോസസ് ആണ് വെൽനെസ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഫിസിക്കലി ഫിറ്റ്നസിന് വേണ്ടുന്ന എക്സസൈസ് ചെയ്യാനുള്ള ഒരു സറൗണ്ടിങ്ങും ഉണ്ട്, അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. ക്ഷേമം എന്നൊരു വാക്ക് വെൽനെസ്സിന് നിങ്ങളുടെ ക്ലാസ്സിൽ നിന്നാണ് തോന്നുന്നു പറഞ്ഞത്. നമുക്ക് ആ ഒരു സമാധാനം ഇല്ല. ഒന്നിലെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്ട്സ് ഒക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ടെൻഷൻ, ഭയങ്കര പ്രഷർ. അപ്പൊ നമ്മളുടെ വെൽനെസ് ആവണമെങ്കിൽ ഹെൽത്തി ആയിരിക്കണം, നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, അതിനൊപ്പം തന്നെ നമ്മൾ സന്തോഷം സമാധാനം ആ ഒരു അവസ്ഥയിലായിരിക്കണം. നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവില്ലായിരിക്കും, അപ്പ് ആൻഡ് ഡൗൺസ് ആണ് ലൈഫിൽ, ഇങ്ങനെ ഉയർച്ച താഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെ. എവിടെയോ ഒരു മൂവിലാന്ന് തോന്നുന്നു കേട്ടത്, സുഖത്തെക്കാൾ കൂടുതൽ ദുഃഖമാണുള്ളത് എന്നുള്ള രീതിയിൽ. പക്ഷെ നമ്മൾ അതെല്ലാം മാനേജ് ചെയ്താണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത് അല്ലെ. വീട്ടിൽ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു, അത് നമുക്ക് തീർക്കാൻ പറ്റും, തീരാത്ത നഷ്ടമാണ്, അത് നമുക്ക് തിരിച്ചു കിട്ടില്ല ഒരാൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ കാലങ്ങൾ എടുത്തോ നമ്മൾ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്യും. ആ ഒരു വിഷമം ഉള്ളിലുണ്ടാവും, അവര് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ജീവിക്കും, ആ ഒരു ഇമോഷനെ നമ്മൾ ബാലൻസ് ചെയ്ത് ജീവിക്കും അല്ലെ. ചില നഷ്ടങ്ങൾ നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു, ചില നഷ്ടങ്ങൾ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല, വീണ്ടെടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ കുറെ ക്യാഷ് നഷ്ടപ്പെട്ടു പോയി, തിരിച്ചു കിട്ടില്ല. പക്ഷെ നമ്മൾ എന്നാലും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ നഷ്ടം നമ്മൾ നികത്താനായിട്ട് നോക്കുമായിരിക്കും. പലപ്പോഴും ആളുകൾ വെൽനെസ് എന്ന് പറയുമ്പോൾ ഹെൽത്തുമായിട്ട് ഹെൽത്ത് ആണ് വെൽനെസ് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ രണ്ടും രണ്ടാണ്. WHO ഹെൽത്തിന് കൊടുക്കുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. അതായത് ആബ്സെൻസ് ഓഫ് ഇൽനെസ് മാത്രമല്ല, ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല, നമ്മളുടെ ഫിസിക്കൽ ശാരീരികമായി, മെന്റൽ മാനസികമായി, സോഷ്യൽ സാമൂഹ്യപരമായ ഹെൽത്തിനെയാണ്, ആ ഒരു വെൽബീയിങ്ങിനെയാണ് നല്ല രീതിയിൽ പോകുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നല്ല രീതിയിലായിരിക്കണം, മെന്റൽ ഹെൽത്ത് നല്ല രീതിയിലായിരിക്കണം, നമ്മൾ ആളുകളുമായി ഇന്ററാക്ട് ചെയ്യുന്ന സോഷ്യൽ ഹെൽത്ത് അതും നല്ല രീതിയിലായിരിക്കണം. ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് ഞാൻ,
സോ എനിക്ക് ചില കടമകൾ സൊസൈറ്റിയിലോട്ടുണ്ട്. അതിൽ വരുന്ന ആളുകളെ ഞാൻ അവരെങ്ങനെയാണോ ആ രീതിയിൽ തന്നെ എനിക്ക് ഉൾക്കൊള്ളാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ അഡാപ്റ്റഡ് ആയിരിക്കണം, പൊരുത്തപ്പെട്ടു പോകണം നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട്. ഒരിടത്തും പൊരുത്തപ്പെട്ട് പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അഡാപ്റ്റേഷൻ, മറിയ മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞൊരു വേർഡാണ് അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടുക എന്ന് പറയുന്നത്. നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ഒരു റിലീജിയസ് വെഡിങ് സെറമണിയിൽ പറയുന്നുണ്ടല്ലേ, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. എന്താ അതിന്റെ മീനിങ്? പരസ്പരം മനസ്സിലാക്കി ജീവിക്കുക. മനസ്സിലാക്കി ജീവിക്കുക. എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കണം. അവിടെ സ്ത്രീ മാത്രല്ല അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്യണം. സ്ത്രീയും പുരുഷനും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ്, അത് ആ പാർട്ട്നേഴ്സ് രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ആ ജീവിതം അത്രയും സുന്ദരമാകുന്നത്. ആ വേർഡ് മറിയ മോണ്ടിസോറി കടമെടുത്തിട്ടുണ്ട്. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, പൊരുത്തപ്പെടുക. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, പക്ഷെ അത് നല്ല മനസ്സോടെ. അല്ലാണ്ട് ആരെങ്കിലും നമ്മൾ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലെ? കോംപ്രമൈസ് നമ്മൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു, എപ്പോഴും നമ്മൾ മാത്രം താന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല. അത് എല്ലാവരും അതിന് ബാധ്യസ്ഥരാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെടണം. ഓക്കെ, അപ്പൊ ഇതാണ് WHO കൊടുത്ത ഹെൽത്തിനുള്ള ഡെഫിനിഷൻ. നമ്മളുടെ ശാരീരികം, മാനസികം, സാമൂഹികമായ വെൽബീയിങ്, സന്തോഷം, സമാധാനം എല്ലാം വരുന്നതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മളെ വെൽനെസിന്റെ ഡിഫറെന്റ് മോഡൽസ് ആൻഡ് ഡയമെൻഷൻസിലേക്ക് പോവുകയാണ്. അതിന് ഫസ്റ്റ് വൺ ആണ് ഫിസിക്കൽ വെൽനെസ്. ശരീരമായി കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ എന്തൊക്കെ വരും? നമ്മുടെ ഫിസിക്കൽ വെൽനെസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരണം? നമ്മൾ ശരിയായ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കണം, കറക്റ്റ് അളവില്. അമിത ആഹാരമല്ല, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാം അടങ്ങിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. നമ്മുടെ ആരോഗ്യം, പ്രായം അതിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി. അതും മാത്രല്ല, വേറെന്തും കൂടെ വേണം? പ്രോപ്പറായ റെസ്റ്റ്, ഉറക്കം. ഇതാണ് ഫിസിക്കൽ വെൽനെസ്. അപ്പൊ ഫിസിക്കൽ വെൽനെസിന്റെ ഫീച്ചേഴ്സ് ആണ് ഇതെല്ലാം. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ആവശ്യത്തിനുള്ള സ്ലീപ്പ്. അനാവശ്യത്തിനും ആളുകൾ ഉറങ്ങാറുണ്ടല്ലേ, കുറേ സമയം ഉറങ്ങും. ചിലപ്പോ ഒരു ദിവസം ചിലപ്പോ 10-12 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം മന്ദത വന്നതുപോലെ പോകും. കറക്റ്റ് ഉറങ്ങി നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, അല്ലെ? ചില സമയത്ത് പകല് നമ്മളൊന്ന് ക്ഷീണിച്ചു, അപ്പൊ നമ്മള് ഒന്ന് മയങ്ങാം കുറച്ചു നേരം. അതെന്ന് പറഞ്ഞാൽ നമ്മള് ബോധത്തോടു കൂടിയുള്ള ഒരു മയക്കാണല്ലേ. നമ്മൾ രാത്രി ഉറങ്ങുന്ന പോലെ ഭയങ്കര സൗണ്ട് സ്ലീപ്പ്, ഗാഠനിദ്രയൊന്നുമില്ല. നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് അയച്ച് കാമാക്കി ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ നമ്മൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ചിലപ്പോൾ 10 മിനിറ്റ് ആകാം, 15 മിനിറ്റ് ആകാം, ഹാഫ് ആൻ അവർ ആണ്. ഞങ്ങൾ എക്സാമിന് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രിക്കൊക്കെ പഠിച്ച സമയത്തുണ്ടല്ലോ, ചിലപ്പോൾ ഈ എക്സാമിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇന്നൊരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അടുത്ത എക്സാം ആയിരിക്കും. അപ്പൊ നമ്മളുടെ തലയിൽ മുഴുവൻ ഒരു ടോപ്പിക് ആയിരിക്കില്ലേ. അപ്പൊ ഈ നാപ്പ്, ഇങ്ങനെയുള്ള ഒരു ചെറിയ മയക്കം എടുക്കാറുണ്ട്. അപ്പൊ ശരിക്കും അത് കഴിഞ്ഞ് എണീക്കുമ്പോഴേക്കും നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ സബ്ജക്ട് എക്സാം എഴുതി കഴിഞ്ഞതൊക്കെ മാറി ഒന്ന് ക്ലിയർ ആകും. ഒരു അടിച്ചുവാരി വൃത്തിയാക്കിയ പോലെ ആകും. അടുത്ത സബ്ജക്ട് പഠിക്കാനായിട്ട് നമ്മളൊന്ന് ഫ്രഷ് ആകും. പക്ഷെ ആ ഉച്ചോറക്കം തന്നെ പലരും കടന്ന് എന്താ പറയാ, ഭയങ്കര ഭീകര ഉറക്കം ഉറങ്ങാറുണ്ട്. അത് നമ്മളെ ക്ഷീണിപ്പിക്കും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ ആ ഒരു ഫിസിക്കൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത്, നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസ് പറഞ്ഞ കാര്യങ്ങൾ, സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, കറക്റ്റ് ഡയറ്റ്, ഇതെല്ലാം എക്സസൈസ്, ഇതെല്ലാം ഫിസിക്കൽ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ് ആണ്.
പിന്നെ നമ്മുടെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറണം. ഇപ്പൊ ഒരു ഔട്ട് ബ്രേക്ക്, ഒരു അസുഖം, ഇപ്പൊ കൊറോണ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആയി. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ളവരുടെ, നമ്മുടെ ഡിയർ വൺസ്, നിയർ വൺസ് ആരൊക്കെ നമുക്കറിയാമോ, അവരുടെ എല്ലാം ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വരയ്ക്കും. നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് വന്നോ ഇതിന്റെ ലിങ്ക്? ആരെങ്കിലും ചെക്ക് ചെയ്യാമോ? വന്നു. ഓക്കെ, നോ പ്രോബ്ലം. വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനതിന് ആവശ്യം വേണ്ടുന്ന പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. കാരണം കുറേ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു റൈറ്റപ്സ് ആണത്. അതിനകത്ത് നിങ്ങളും വായിച്ചു നോക്കിയിട്ട് മനസ്സിലാകുന്നത് നമ്മൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതി വെക്കുക. ഏത് ഗ്രൂപ്പിലാണ് മാം വന്നത് ലിങ്ക്? ക്ലാസ് റൂം ലിങ്ക് ഏതിലെ ലിങ്ക് വന്നു? എനിക്ക് വന്നിട്ടില്ലേ. നിങ്ങളുടെ ഒരു ക്ലാസ് റൂമില്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തരുന്നത്? ക്ലാസ് റൂമിൽ തന്നെ ബാക്ക് അടിച്ച് നോക്കിയാൽ മതി. റെക്കോർഡ് സെപ്റ്റംബറിലുള്ള ഗ്രൂപ്പിലാണോ? അല്ലല്ല, ഈ മാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പില്ലേ നമ്മുടെ ക്ലാസ് റൂം, വാട്സപ്പിലല്ല, റെക്കോർഡ് ക്ലാസ് ഇതുവരെ വാട്സപ്പിലല്ല കണ്ടില്ല, അല്ലേ? അതിന്റെ മേലെ ഉണ്ടോ? അല്ലല്ല, ക്ലാസ് റൂമില്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ക്ലാസ് റൂമിലായിരിക്കും വരുന്നത്. നിങ്ങൾക്ക് എക്സ്ട്രാ ഇതുപോലുള്ള ഡീറ്റെയിൽസ് വരുന്ന ലിങ്കോ എന്തെങ്കിലും പുതിയ PDF അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു ക്ലാസ് റൂമിലായിരിക്കും കേട്ടോ. കാരണം എനിക്കത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അടുത്തത് ഇന്ന് തന്നെ അത് വായിച്ചു നോക്കണം. കാരണം നമ്മൾ ഈ ക്ലാസ് കേട്ട് അങ്ങ് ചെന്ന് വായിക്കുമ്പോൾ നമുക്ക് നല്ല പോലെ അത് മനസ്സിലാവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നാളെയെങ്കിലും. ഓക്കെ, ഇമോഷണൽ വെൽനസ്. ഇമോഷണൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും, ഉയർച്ച താഴ്ചകൾ ഉണ്ടാകും, വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകും അല്ലെ. അപ്പൊ അങ്ങനെ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ്, പ്രഷർ, അതിനെയെല്ലാം നമുക്ക് സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. ഒരു വളരെ ആഗ്രഹിച്ച ഒരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു എക്സാം നമുക്ക് പറ്റുന്നതിന്റെ മാക്സിമം സ്ട്രെയിൻ എടുത്ത് നമ്മൾ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാനായിട്ട് പോയി. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴേക്കും ആകെ ടെൻഷനായി. പഠിച്ച രീതിയിലൊന്നും അല്ല വന്നിരിക്കുന്നത്. അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ. അപ്പൊ എക്സാം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ആകെ വിഷമം. കാരണം അത്രയും നമുക്ക് പ്രതീക്ഷയായിരുന്നു, നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു, പക്ഷെ വന്നില്ല. നല്ല വിഷമം ഉണ്ടാവും, നല്ല സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെ ഓവർകം ചെയ്യും അല്ലെ. ഞാൻ അടുത്ത പ്രാവശ്യം നല്ല രീതിയിൽ നോക്കണം, ഇങ്ങനെയാണ് വരുന്നത് ക്വസ്റ്റ്യൻ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മാക്സിമം റിസോഴ്സസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യും എന്നൊക്കെ നമ്മൾ ദൃഢനിശ്ചയമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു പ്രശ്നത്തിനെ. അപ്പൊ അങ്ങനെ ലൈഫിൽ വരുന്ന പ്രഷേഴ്സ്, സ്ട്രെസ്, അതിനെയെല്ലാം ടഫ് സിറ്റുവേഷൻ, ടഫ് സർക്കംസ്റ്റാൻസസ് ഒക്കെ വരുന്നതിനെ നമുക്ക് സക്സസ്ഫുള്ളി മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമോഷണൽ വെൽനസ്. ഒരാൾ ഇമോഷണലി വെല്ലാന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ പലപ്പോഴും ഞാൻ ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ. അല്ലാണ്ട് ബുക്കിൽത്തതല്ല അല്ലേ? ഇല്ല, അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്തത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് തരും നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് നിങ്ങളുടെ ക്ലാസ് റൂമിൽ വരും. അപ്പൊ നിങ്ങൾ അത് നോക്കുക, സമയം കിട്ടുന്ന പോലെ നോക്കി അത് നോട്ട് ചെയ്തൊക്കെ വെക്കുക. ഓക്കെ, ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ചിലപ്പോ മൂഡ് സ്വിങ്സ് വരാം. അതായത് പലപ്പോഴും നമ്മളുടെ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് മൂഡ് സ്വിങ്സ് വരാം അല്ലെ. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ പീരീഡിൽ പൊതുവെ ഒരു മൂഡ് സ്വിങ്സ് വരാറുണ്ട്. പിന്നെ മെനോപോസിലേക്ക് എത്തുമ്പോൾ ഒരു മൂഡ് സ്വിങ്സ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ പലപ്പോഴും നമ്മളെ ഈ ഒരു മൂഡ് സ്വിങ്സ് ബാധിക്കും. ഇതിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതുപോലെ പ്രഗ്നൻസി ടൈമില്, ഡെലിവറി കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറഞ്ഞൊരു പ്രശ്നമൊക്കെ വരാറുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ നമുക്ക് ചില സമയത്ത് അറിയില്ല, മനസ്സിലാവില്ല ഇത് എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ. നമ്മുടെ ബോഡിയിലെ ചില കെമിക്കൽ ആക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ചില മൂഡ് വേരിയേഷൻ ഒക്കെ വരുന്നത്. ഇന്ന് ഒരു പക്ഷെ നല്ലതായിട്ടിരിക്കും, പിറ്റേ ദിവസം ആകുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രശ്നം വന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മളങ്ങനെ അറിയാണ്ട് പോകും. ഇതിനെയൊക്കെ നമുക്ക് ഈസിലി ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പലപ്പോഴും വീട്ടിലുള്ള പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, നമ്മളുടെ ആ ഒരു ഇത് ലൈഫ് പാർട്ട്ണർക്കാണെങ്കിലും അറിയാൻ പറ്റുമായിരിക്കും. അവരതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കാണാറുണ്ട്, അവർക്കറിയാം.
ഓക്കെ. പിന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ആളുകൾ എപ്പോഴും നെഗറ്റീവായിട്ട് എന്തിനേയും കാണുന്നത്. അതല്ല, ഇമോഷണൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അതേഴ്സ് ആൻഡ് എന്തെങ്കിലും കാര്യങ്ങളോടാണെങ്കിലും സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ദാറ്റ് ഈസ് ഇമോഷണൽ വെൽനെസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ നമുക്ക് ഈ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് അവർ ഇമോഷണൽ വെൽനെസ്. നെക്സ്റ്റ് സോഷ്യൽ വെൽനെസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ആ സൊസൈറ്റിയിൽ നമുക്ക് പലപ്പോഴും പല ആളുകളുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചില സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. ആളുകളെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ആളുകൾ എങ്ങനെയാണോ അവരെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇതെല്ലാം സോഷ്യൽ വെൽനെസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഒരു ഇൻഡിവിജ്വൽ മാത്രമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ, ഒരു സൊസൈറ്റിയിലൊക്കെ ജീവിക്കുമ്പോൾ, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാകുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ മദർ നേച്ചറിൽ നിന്ന് എന്തോരം റിസോഴ്സസ് എടുക്കുന്നത് അല്ലെ. നമുക്ക് ജീവിക്കാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ പ്രകൃതിയിൽ നിന്നും നമ്മൾ എടുക്കുന്നത്. തിരിച്ച് ആ പ്രകൃതിക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? വാട്ടർ റിസോഴ്സസ് കിട്ടുന്നു, നമുക്ക് ഭക്ഷണത്തിനുള്ള റിസോഴ്സസ് കിട്ടുന്നു, നമുക്ക് ഒരു ഷെൽട്ടറിന് വേണ്ടുന്ന വീട് പണിയാനുള്ള സ്ഥലം കിട്ടുന്നു. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ നേച്ചറിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ടല്ലേ. പക്ഷെ തിരിച്ച് ആ നേച്ചറിനെ എങ്ങനെ അതിന് എന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ശരിക്കും നമ്മളുടെ ഒരു കടമയല്ലേ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. എന്നാൽ നേച്ചറിൽ നിന്ന് നമുക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ എടുക്കുന്നു, ചോദിക്കുപോലുമില്ല, എല്ലാം അങ്ങ് എടുത്തുകൊണ്ടിരിക്കും അല്ലേ. പലപ്പോഴും ചിലരൊക്കെ ഈ ഒരു വീടൊക്കെ വെക്കുമ്പോൾ ഈ ഭൂമിയോട് പെർമിഷൻ വാങ്ങുന്ന രീതിയിൽ ഓരോരുത്തരും അവരുടെ ട്രഡീഷൻ, റിലീജിയസ് ബിലീഫ് അനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഞാനിവിടെ വീട് വെക്കാൻ പോവാണ്, എന്നെ അതിനനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഓരോരുത്തരും അവരുടെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് മിസ്സേ, കറിവേപ്പിലെല്ലാം പറിക്കുമ്പോ മരത്തിനോട് ഞാൻ പറയൂ, ഞാനിതാ കഷ്ണം പൊട്ടിക്കുന്നുണ്ട് എല്ലാം ചോദിച്ചിട്ടാ ചെയ്യലുള്ളൂ. പേരൊക്കെ പറിക്കുമ്പോ പേര മരത്തിനോട് പറയൂ. അങ്ങനെ എല്ലാ ചെടികളോടും ചോദിച്ചിട്ടാ അതിനോട് എന്താ വെച്ചാൽ ചെയ്യുന്നുള്ളൂ. അവർക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ ശരിക്കും അപ്പൊ ഞാനത് ചോദിച്ചോട്ടെ റിജു, അങ്ങനെ പേര എടുക്കുന്നു, കറിവേപ്പിന്റെ ഇല എടുക്കുന്നു, അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നീട് അതില് നിറയെ ഉണ്ടാവുന്നുണ്ടോ? നിറയെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറയും നിറയെ ഉണ്ടാകണേ. പിന്നെ നമുക്കിപ്പോ ഇതെന്തായാലും പറിക്കാണ്ടിരിക്കാൻ പറ്റൂല അല്ലെ. നമ്മുടെ ആവശ്യത്തിന് ഞാൻ സംസാരിക്കും, ചെടികളോടെല്ലാം സംസാരിക്കും. കുട്ടികളോടും പറയൂ, അതിനെല്ലാം ജീവനുള്ളതാ, നമ്മള് ചോദിച്ചിട്ടാ എടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. പ്ലാന്റ് ലൈഫിനും അനിമൽ ലൈഫിനും മെമ്മറി ഉണ്ട്. അതിന് പറയുന്ന ഒരു പേരാണ് നീമി. നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് പഠിക്കാനുണ്ട് പാർട്ട് 3 ഈ നീമി. അവർക്ക് ആ മെമ്മറി ഉണ്ടെന്നാ പറയുന്നത്. കോൺഷ്യസ് ആണ്, കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി അവർക്കുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ അടുത്തൂടെ പോയി ഇങ്ങനെ ആളുകളുള്ള സ്ഥലത്ത് നമുക്ക് കാണാം നിറയെ ഉണ്ടാകും ഈ പറയുന്നത്. ഇപ്പൊ റീജു ഇപ്പോ അതുകൊണ്ടെല്ലാം ചോദിച്ച് അവരോട് സംസാരിച്ച് അവരെ തഴുകി ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് നല്ലപോലെ അതിൽ നിറയെ ഉണ്ടാകും. ഇവിടെ ഞാൻ എന്റെ വീട് വെച്ച് മാറിയിട്ട് 1 year ആവുന്നുള്ളൂ കേട്ടോ. ഞാൻ ഈ വീട് വെക്കാൻ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞു തെങ്ങുണ്ടായിരുന്നു ഫ്രണ്ടില്. അതിന് 1 or 2 തേങ്ങ. അപ്പൊ നമുക്കിങ്ങനെ നിന്നുകൊണ്ട് പറിക്കാം, അത്ര ഹൈറ്റ് ഉള്ളൂ അതിന്. അപ്പം എല്ലാരും പറഞ്ഞു അത് വെട്ടിക്കളയൂ. ഫ്രണ്ടില് വേണ്ട, അതിനെ അങ്ങ് വെട്ടിക്കളയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാനിത് വെട്ടില്ല, ഞാൻ ഇതിനെ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ താമസിക്കാൻ തുടങ്ങി. അതിനെയൊക്കെ ക്ലീൻ ചെയ്ത് അതിനാവശ്യത്തിനുള്ള വെള്ളവും ഒക്കെ കൊടുത്ത് എന്നും നനച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൽ എനിക്ക് തോന്നുന്നു ഒരു 50 തേങ്ങയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. കരിക്കിന് പറ്റുന്ന തേങ്ങ കേട്ടോ. വീട്ടിൽ ആരൊക്കെ വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ റീജു പറഞ്ഞ പോലെ അതിനോടും സംസാരിക്കും. അപ്പൊ ഇനിയും ആൾക്കാർ വരുമ്പോ എനിക്ക് ഇതിന് കൊടുക്കാൻ പറ്റണം, ആ ഒരു രീതിയിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിൽ പറയും. അതുപോലെ വലിയൊരു തെങ്ങുണ്ടായിരുന്നു, അതില് 10ൽ കുറവെങ്ങാണ്ടേ തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ താമസിക്കാൻ വരുമ്പോ. നമ്മള് വന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അതിൽ 45 തേങ്ങയും. അതാണ് നിങ്ങൾക്ക് മെമ്മറി ഉണ്ട്, നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ. ഞാൻ പറയൂ, ഒരു പ്രാവശ്യം പറിക്കും, ഇതിലും കൂടുതൽ അടുത്ത പ്രാവശ്യം ഉണ്ടാവണം കേട്ടാ, അങ്ങനെയെല്ലാം പറയും. അപ്പൊ വീട്ടിൽ നിന്ന് എല്ലാവരും കളിയാക്കൂ. പക്ഷേ എനക്ക് പറയാണ്ട് ചെയ്യുമ്പോ ഒരു സങ്കടം, അതിന് വേദനയാവുക അല്ലല്ലേ, സങ്കടാവും. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര സന്തോഷം ക്ലാസ്സിൽ ഇങ്ങനെ ഓരോരോ പൊട്ടൻഷ്യലുള്ള നന്മ മനസ്സുകളുണ്ടല്ലോ എല്ലാവരും. പിന്നെ ഓരോരുത്തരും ഓരോ ദിവസമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റട്ടെ.
അപ്പൊ അതാണ് മദർ നേച്ചറിന് നമ്മുടെ ഇല്ല മാം, അങ്ങനെ തന്നെയാണ്. ഞാൻ ദിവസം ചെടികൾ നനയ്ക്കുന്ന ആളാണ്, രാവിലെയും വൈകിട്ടും. എന്നും ചെടികൾ. കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ സംസാരിക്കുന്നത് ചെടികളോടാണ്. പിന്നെ എന്റെ 2 പപ്പിക്കുട്ടികളുണ്ട്, അവരിനോടാണ്. വഴി കൂടെ പോണവരടക്കം എന്താ എനിക്ക് മെന്റൽ ആണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ചെടികളോടാണ്. ചെടികളോട് പപ്പിയോടൊക്കെയാണ് ഞാൻ സംസാരിക്കാറ്. പക്ഷെ അവർക്ക് ജീവനുണ്ട്. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് ഒരു മരം കറണ്ടിന് ഭീഷണിയായിട്ട് നിന്നുണ്ടായിരുന്നു. അപ്പൊ ആ വെട്ടുകാരൻ വന്നിട്ട്, ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, അയാൾ ആ മരത്തിനോട് വെട്ടാൻ അനുമതി ചോദിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പക്ഷെ അയാൾക്ക് ഇന്നേ വരെ ഒരു അപകടം പറ്റിയിട്ടില്ല. എത്ര ഹൈറ്റിലുള്ള മരമാണെങ്കിലും മൂപ്പര് പോയി വെട്ടാറുണ്ട്. പക്ഷെ ആ മരത്തിന്റെ അനുമതി കിട്ടാണ്ട് മൂപ്പരത് വെട്ടിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇയാൾക്ക് എന്തോ ഒരു പിരി എവിടെയോ ഇളകിയിട്ടുണ്ടോ സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥമായ സംഭവമാണത്. ഒരു അനുമതി ചോദിച്ചിട്ടാണ് ഇത് വെട്ടാറ്. വളരെ സന്തോഷം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. സോ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മള് ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ആക്സെപ്റ്റിംഗ് അതേഴ്സ് ആസ് ദേ ആർ. ഒരാൾ എങ്ങനെയാണോ അവരെ അതുപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ. നമുക്ക് ആരെയും പോയിട്ട് ജഡ്ജ് ചെയ്യാനോ അങ്ങനെ അതിന് നമ്മൾക്ക് പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യണം. ഞാൻ ഓരോ ദിവസവും ഞാൻ ശരിയാണോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, നമ്മളെ തന്നെ നമ്മൾ അനലൈസ് ചെയ്യണം, നമ്മളെ തന്നെ നമ്മൾ വിമർശിക്കണം. വേറൊരാളെ പോയി വെറുതെ വിമർശിക്കുകയോ ജഡ്ജ് ചെയ്യുകയോ ചെയ്യുന്നത് അത് നമ്മൾ ചെയ്യില്ല. അങ്ങനെ ആ ഒരു രീതി അവരെ ആക്സെപ്റ്റ് ചെയ്യുക, അവരെങ്ങനെയാണോ അങ്ങനെ. പക്ഷെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരിടത്ത് നമ്മൾ പറയുമായിരിക്കും, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് സോഷ്യൽ കോൺട്രിബ്യൂഷൻ. നമ്മൾ ഈ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിയോട് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞാൻ എന്ന് ചിന്തിക്കണം. അല്ലാണ്ട് ഞാൻ ഞാനാണ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളും, നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. സ്റ്റെഫി എന്തെങ്കിലും പറയാനാണോ? നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ഇന്റലക്ച്വൽ വെൽനസ്. നമുക്കറിയാം, നമ്മൾക്ക് സ്റ്റെഫി ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഇന്റലക്ച്വൽ വെൽനസ്. ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ അനലൈസ് ചെയ്ത് നല്ല രീതിയിൽ മനസ്സിലാക്കി നമ്മൾ അതൊരു നോളജ് ആക്കി വെക്കും, അല്ലെ? അതുപോലെ തന്നെ ഇങ്ങനെ ഈ നോളജ് ആക്കി വെക്കുന്നത് നമുക്ക് പല കാര്യങ്ങളിലും അറിവ് കിട്ടുമ്പോൾ നമ്മളുടെ മെന്റൽ ആക്ടിവിറ്റീസ്, അതായത് എങ്ങനെ ഞാൻ പ്രവർത്തിക്കണം, എങ്ങനെ ഞാൻ പെരുമാറണം എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. അതൊരു ഇന്റലക്ച്വൽ വെൽനസ് ആണ്. അതേസമയം ഇന്റലക്ച്വൽ ലെവലില് വളരെ ലോ ആയിട്ടുള്ള ആളുകൾ, അവർക്കറിയില്ല എങ്ങനെയാണ് സ്പെഷ്യൽ കിഡ്സ് വരില്ലേ, അവർക്ക് അവരുടെ ചില IQ ലെവലുകൾ വളരെ ലോ ആയി പോകും. ഡ്യൂ ടു സം റീസൺസ്, മേ ബി ജനറ്റിക് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇങ്ങനെയാണ്. ഇപ്പൊ അടുത്തൊരു സ്റ്റെപ്പ് ഒരു കാര്യം എടുക്കണം, ഇത് ഞാൻ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഇന്റലിജൻസ് ആണ് നമ്മൾ അത് ചെയ്യിക്കുന്നത്. ബ്രെയിൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ. നമ്മളുടെ നോളജ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു നോളജ് അല്ലെങ്കിൽ സ്കില്ല്, ഒരു കഴിവൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളത് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് അറിയാവുന്ന മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കണം. അപ്പോഴാണ് നോളജ്, അറിവ് എന്നുള്ളത് പൂർണ്ണമാകുന്നത്. അതാണ് ഇന്റലക്ച്വൽ വെൽനസ്. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ടെൻഷൻ പിടിച്ച് നിൽക്കുകയല്ല, അത് വരുന്ന പ്രശ്നത്തിനെ വളരെ ധൈര്യത്തോടു കൂടി ഫേസ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം നമ്മളുടെ ഇന്റലക്ച്വൽ, നമ്മുടെ ആ ബുദ്ധിപരമായ ആ ഒരു വെൽനസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. കാരണം ലൈഫിൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസിലൂടെ പല കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനുള്ള ഒരു ഇന്റലിജൻസ് നമുക്ക് വരും. ദാറ്റ് ഈസ് ഇന്റലക്ച്വൽ വെൽനസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പിരിച്വൽ വെൽനസ്. ലോകത്ത് പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, വിശ്വാസമില്ലാത്തവരുണ്ടാകാം. അതൊരു ശരിയല്ല, ഇറ്റ്സ് നോട്ട് ഫാക്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെയും ആളുകൾ ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും വിശ്വാസമില്ലാത്തവരാണെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്,
സം ഫോഴ്സ്, എന്തോ ഒരു ശക്തി നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നതും വൈകിട്ട് അസ്തമിക്കുന്നതും രാത്രി ചന്ദ്രനെ കാണുന്നതും നക്ഷത്രങ്ങളെ കാണുന്നതും നമുക്ക് വെള്ളം കിണറ്റിൽ വരുന്നതും നമ്മൾ എണീക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും, ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നതും മരത്തിൽ നിറയെ കായ് പിടിക്കുന്നതും എല്ലാം ഏതോ ഒരു ഫോഴ്സ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ജനന നിരക്കുകൾ ഒരുവിധം പ്രൊപ്പോർഷനായിട്ട് പോകുന്നത്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ. അപ്പൊ വിശ്വാസമില്ലെങ്കിൽ പോലും ആളുകൾക്ക് അറിയാം സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ് എന്നുള്ള രീതിയിൽ. അതാണ് ആ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ, അതിന്റെ ഒരു തിരിച്ചറിവ്. അതാണ് സ്പിരിച്വൽ വെൽനസ് എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ളവർക്ക് ആ ഒരു ഭയഭക്തി ബഹുമാനം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആക്ഷൻസ് സംബഡി ഈസ് വാച്ചിങ് എന്ന് പറഞ്ഞ് ആ ഒരു ഇത് മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾക്കറിയാം നേരായ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്കറിയാം. വിനോദമായിട്ട് നമ്മൾ ചെയ്യില്ല, തെറ്റിലേക്ക് നമ്മൾ പോവില്ല. ഇത് തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു കൊടുക്കും. നമ്മുടെ വീട്ടില് പല രീതിയിലുള്ള ട്രഡീഷൻസ് ഉണ്ടാകും, റിലീജിയസ് ബിലീഫ് ഉണ്ടാകും. നമ്മളുടെ കൂടെ വളരുന്ന നമ്മളുടെ കുഞ്ഞുങ്ങള് ഇത് കണ്ടും കേട്ടുമായിരിക്കും വളരുന്നത്. അപ്പൊ അവരുടെ ഉള്ളില് മോറൽ വാല്യൂസ് ഉണ്ടാകുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഇതാണ് സ്പിരിച്വൽ വെൽനസ് എന്ന് പറയുന്നത്. നമ്മുടെ ആക്ഷൻസ് എല്ലാം കൺസിസ്റ്റന്റ് ആയിരിക്കും നമ്മുടെ ബിലീഫിനനുസരിച്ച്. ഒരു തെറ്റ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ, നമ്മൾ പറയാൻ പോകുമ്പോഴാണെങ്കിലും ചെയ്യാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ചിന്തിക്കും, അത് ചെയ്യുന്നത് ശരിയാണോ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ. അതാണ് സ്പിരിച്വൽ വെൽനസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സ്, ഈ ഒരു പ്രപഞ്ചത്തിൽ എല്ലാരെയും എന്തോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്പിരിച്വലി നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരിക്കലും മോശമായ രീതിയിലാകാതെ ജെനുവിനായിട്ട് പോകണം. ബിക്കോസ് നമ്മൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയുന്നു എന്റെ മനസ്സാക്ഷിക്ക് എന്തായാലും അറിയാം. മറ്റുള്ളവർ അത് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഉള്ളിൽ വിചാരിക്കും ഇപ്പം മറ്റുള്ളവർ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഞാനത് അറിയുന്നുണ്ടല്ലോ. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒരു സുഖമില്ലാതായപ്പോ ഇവർക്ക് ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നമുള്ളതാ. അപ്പൊ ഞാനും എന്റെ ചേച്ചി, കാരണം ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ കുറെ നോക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരുടെ കാണാൻ ചെന്നപ്പോ അവർക്ക് ക്യാഷ് കൊടുത്തു. അപ്പൊ കൊടുത്ത എമൗണ്ടിനേക്കാളും കുറച്ചാണ് അവര് മറ്റുള്ളവരോട് പറഞ്ഞത്. അപ്പൊ ചേച്ചിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര വിഷമം. ആളുകൾ എന്ത് വിചാരിക്കും, നമ്മൾ ഇത്രയും കുറവ് കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ കൊച്ചു നാട്ടിലിരിക്കുന്നേ, കൊച്ചെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ, കൊടുത്ത നമ്മൾക്കും അറിയാം, വാങ്ങിയ അവർക്കും അറിയാലോ. അപ്പൊ പിന്നെ കാരണം അവര് ആൾക്കാരോട് ഇത് പറയുമ്പോ അവർക്ക് അറിയാം നമ്മൾ എത്ര തന്നു എന്നുള്ളത് അറിയാം. അതിൽ കൂടുതൽ വേറെ ആരാ അറിയേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞ് അവരെന്ത് വിചാരിക്കുന്നു ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റും. സോ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അത് ജെനുവിൻ ആയിരിക്കണം. അത് നമ്മളുടെ ബിലീഫ് ട്രഡീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിൽ. ഒരു മതവും പറഞ്ഞിട്ടില്ല ആളുകളെ തമ്മിൽ തല്ലിക്കണമെന്നോ കാണുമ്പോ ദേഷ്യപ്പെടണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാത്തിന്റെയും അന്തസ്സത്ത ഒന്ന് തന്നെയാണ്, ലവ്, പീസ്, ഹാർമണി, ബ്രദർഹുഡ്, അല്ലെ? സ്നേഹം, സന്തോഷം, സമാധാനം, സാഹോദര്യം. ഇതാണ് എല്ലാ റിലീജിയനും പറയുന്നത്. ആളുകൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില വിഭാഗങ്ങള്, ചില ആൾക്കാര് അതിനെ വളച്ചൊടിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കിട്ടുന്നത്. മറിയ മോണ്ടിസോറിയുടെ ലക്ഷ്യം അതായിരുന്നു. ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം മുഴുവനും സ്നേഹവും സന്തോഷവും ആ ഒരു സമാധാനവും ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ മെത്തേഡ് ഡിസൈൻ ചെയ്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കുഞ്ഞുങ്ങളിൽ അവർ ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ അവരുടെ ഉള്ളില് ഇതെല്ലാം ഉണ്ടാകും. അപ്പൊ ലോകം, യൂണിവേഴ്സ് തുടങ്ങി പ്രപഞ്ചം മുഴുവനും വളരെ ഹാർമോണിയസ് ആകും, വളരെ സന്തോഷവും സമാധാനവും ഉള്ളതായി തീരും എന്നായിരുന്നു അവരുടെ ഒരു ആഗ്രഹവും അവരുടെ ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒക്കുപേഷണൽ വെൽനസ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ വെൽനസ്, Emotional wellness, social wellness, spiritual wellness, spiritual wellness. ഇന്ന് തീരാമതിയിലായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം, കുഴപ്പമൊന്നുമില്ല അതിന്.
നമുക്ക് സമയമൊക്കെയാണ്. നമുക്കൊന്ന് വായിച്ചിട്ടും വരാം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒക്യുപേഷണൽ വെൽനസ്, ഒരു ജോലി എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ, നമ്മളുടെ സ്വന്തം കാലിൽ നിൽക്കുക, നമ്മുടെ ഒരു ഉപജീവന മാർഗം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലിയാണെങ്കിലോ, നമ്മുടെ പാഷൻ ആണ് ആയിട്ടിരുന്ന കാര്യത്തിലാണ് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിലോ ഭയങ്കര സന്തോഷമായില്ലേ. അപ്പൊ നമുക്ക് ഒക്യുപേഷണൽ വെൽനസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നു, അതിൽ നമ്മളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ചില ജോലികൾ ചൂസ് ചെയ്യുന്നത് അവർക്ക് കൂടുതൽ അതിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അപ്ഗ്രേഡ് ചെയ്യുക, റിലേറ്റഡ് സ്റ്റഡിക്ക് പോവുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചൂസ് ചെയ്യും. കരിയർ അംബിഷൻസ്, അതിൽ ആഗ്രഹം, പിന്നെ നമ്മുടെ പേഴ്സണൽ പെർഫോമൻസ്, ഇതെല്ലാം അങ്ങനെയെല്ലാം നോക്കി ജോബ് ചൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ പാഷൻ അനുസരിച്ചുള്ള ഒരു ജോബ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ. ദാറ്റ് ഇസ് ഒക്യുപേഷണൽ വെൽനസ്. ടീച്ചർ ആകുക എന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും, അപ്പൊ ആദ്യ വഴിയിൽ മുടങ്ങിയവരുണ്ടായിരിക്കും. ടീച്ചർ ആകാൻ വേണ്ടി BEd പോവാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് പലരും ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നത്. ടീച്ചർ ആകണം എന്നൊരാഗ്രഹത്തോടു കൂടി ചൂസ് ചെയ്യും. പക്ഷെ ഇതിൽ വന്നു കഴിയുമ്പോഴാണ് മെത്തേഡ് ഇതാണ്, അപ്പൊ കുറെ കൂടെ കോൺഫിഡന്റ് ആകും. അപ്പൊ ജോലി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതൊരു പാഷനായി ഇങ്ങനെ വരുമ്പോഴായിരിക്കും നമുക്ക് ഏതെങ്കിലും സ്കൂളിൽ നമുക്ക് ജോലി കിട്ടുന്നത് പലപ്പോഴും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആകാറുണ്ട് കുട്ടികൾ. ഒക്യുപേഷണൽ വെൽനസ് അതാണ് നമ്മുടെ ആ ജോബ് സാറ്റിസ്ഫാക്ഷൻ, അതിൽ നമ്മളുടെ പെർഫോമൻസ്, നമ്മൾ കൂടുതൽ അതിൽ അപ്ഗ്രേഡ് ആകുന്നു. ഇതെല്ലാം ഒക്യുപേഷണൽ വെൽനസ്സിൽ വരും. നെക്സ്റ്റ്, എൻവയോൺമെന്റൽ വെൽനസ്. നമുക്കറിയാം പലപ്പോഴും ജോലി, വീട്ടിലെ കാര്യം, അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ എൻവയോൺമെന്റൽ വെൽനസ് എന്ന് പറയുന്നത് നമ്മളുടെ വർക്ക് ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും പിന്നെ ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഒരു ആ കമ്മ്യൂണിറ്റി ലൈഫ് എല്ലാം നമുക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ് എൻവയോൺമെന്റൽ വെൽനസ്. ചിലര് പക്ഷെ അതിന് പറ്റാതെ വരുന്നു, അവരങ്ങ് സക്സീഡ് ആവുന്നില്ല. ജോബിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും, പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവര് അപരിചിതരെ പോലെ ആയിപ്പോവും. അതിൽ വരുന്ന കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആവുന്നില്ല. ഇത് മൂന്നും മാനേജ് ചെയ്ത് നല്ല ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, ആ ഒരു രീതിയിൽ വെൽനസ് വരുന്നതാണ് എൻവയോൺമെന്റൽ വെൽനസ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ വെൽനസ്. അത് പലപ്പോഴും ശരിയായ രീതിയിൽ ഇതിന്റെ ബാലൻസിങ് നടക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്ത് ഇപ്പൊ നമ്മളുടെ ഒരു പ്രദേശം, ആ ഒരു സൊസൈറ്റി എടുത്താൽ തന്നെ സാമ്പത്തികമായി അന്തരങ്ങളുള്ള ഫാമിലി ഉണ്ടാകും. ചിലർ ജസ്റ്റ് എബോവ് ആവറേജ് ആയിരിക്കും, ചിലർ ബിലോ ആവറേജ് ആയിരിക്കും, ബിലോ പോവർട്ടി ലൈനിലുള്ളവരായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡുകൾക്കൊരു തരംതിരിവ് വന്നത് അല്ലെ. കളർ ഡിഫറൻസ്, അതിനനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന സർവീസസ്, മീൻസ് അവർക്ക് കൊടുക്കുന്ന കൊമോഡിറ്റീസ്, സാധനങ്ങളുടെ കാര്യം ചിലർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ചിലർക്ക് അവരുടെ ഇൻകമിനനുസരിച്ച് വേറൊരു കളർ കാർഡായിരിക്കും, അവർക്ക് ചെറിയ എമൗണ്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ കിട്ടുന്ന സാധനങ്ങളുടെ അളവ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ റേഷൻ കാർഡിൽ വരുന്നു. അത് മാത്രമല്ല, ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ BPL കാർഡിലുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഹോസ്പിറ്റലിൽ ചില ചികിത്സകൾക്ക് കുറെ ഇളവുകളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രഗ്നൻസി, അങ്ങനെ ഡെലിവറിക്ക് പോകുമ്പോൾ അവർക്ക് ക്യാഷ് ഇങ്ങോട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടല്ലേ. സർക്കാർ, അതായത് ലോക്കൽ അതോറിറ്റീസും ഗവൺമെന്റ് അതോറിറ്റീസും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും പല രീതിയിലുള്ള മെത്തേഡ്സ് ഈ ഒരു ഫിനാൻഷ്യൽ അന്തരം, സാമ്പത്തിക അന്തരം കുറയ്ക്കാനായിട്ട് പല മെത്തേഡ്സ് അവര് ഓപ്റ്റ് ചെയ്യാറുണ്ട്, പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാരണം എല്ലാ ആളുകളും ഫിനാൻഷ്യലി ഹാപ്പി ആയിട്ട് ജീവിക്കണം, ഒരു വറി ഫ്രീ. നമ്മുടെ കയ്യിൽ കാശ് കുറവാണെങ്കിൽ ഒരു അസുഖമൊക്കെ വരുമ്പോഴേക്കും നമ്മളങ്ങ് ടെൻഷനായി പോകും അല്ലെ. അങ്ങനെ ഒരു വറി ഫ്രീ സ്റ്റേറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. അപ്പൊ ഇതാണ് ഒരു ഫിനാൻഷ്യൽ വെൽനസ് എന്ന് പറയുന്നത്. പബ്ലിക് പോളിസികളൊക്കെ ഇറങ്ങാറുണ്ട് ആളുകളെ ആ ഒരു ഇൻഇക്വാലിറ്റി, സാമ്പത്തികമായിട്ടുള്ള ആ ഇൻഇക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അത് പലപ്പോഴും ആളുകളുടെ വെൽനസ്, ചിലപ്പോൾ ചില ആളുകൾ സൂയിസൈഡ് ചെയ്യൂലേ, ഇങ്ങനെ ദാരിദ്ര്യം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ
അതോറിറ്റീസ് പല രീതിയിലുള്ള പോളിസീസ് എടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ടോപ്പിക് തുടങ്ങി. നമുക്ക് ഈ കൾച്ചറിലും ക്ലൈമറ്റും മാത്രമേ ഉള്ളൂ. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ഒന്നുകൂടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ബ്രീഫ് ചെയ്യാം കേട്ടോ. കൾച്ചറൽ വെൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ ഈ കല്യാണം കഴിഞ്ഞ് വേറൊരു നാട്ടിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. അവിടുത്തെ ഫുഡ് കൾച്ചർ ആണെങ്കിലും അവർ ഫെസ്റ്റിവൽസിനെ കാണുന്ന രീതികളാണെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പലപ്പോഴും സ്ത്രീകളാണ് ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഡിഫറെന്റ് കൾച്ചർ, ഇതിപ്പോ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ചില സമയത്ത് നമുക്ക് ജോലി കിട്ടി നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തെ നാട്ടിലേക്കായിരിക്കും പോകേണ്ട വരിക. അപ്പൊ അവിടെ കൾച്ചർ ഡിഫറെന്റ് ആയിരിക്കാം. അപ്പോൾ കൾച്ചറൽ വെൽനെസ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അവിടെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. പിന്നെ ഓരോ എല്ലാരും അങ്ങനെയാണല്ലോ മിസ്സേ. അവരോരോ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ പോയി എല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്ന് ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുറെ. മെന്റലി ആയാലും ഹെൽത്തിലി ആയാലും അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഫുഡ് കൾച്ചറൊക്കെ വ്യത്യാസമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതെ, നമ്മുടെ വീട്ടിൽ ഓരോ ഇതും വ്യത്യാസമായിട്ട് അവിടെ വരാന്. നമുക്ക് ഒരാളോട് തുറന്ന് സംസാരിക്കാൻ പറ്റൂല. അവര് നമ്മുടെ വിഷമങ്ങള് വേദനകൾ പറയാൻ പറ്റില്ല. ഓക്ക് അങ്ങനെ വേദന, നടുവേദന നമുക്കാർക്കും ഇല്ലാത്തത്, അങ്ങനെയൊക്കെ കുറെ ഇൻസൾട്ട് ചെയ്യുക, അങ്ങനത്തെ എല്ലാം കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കൾച്ചർ വരുമ്പോൾ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അതാണ് കൾച്ചറൽ വെൽനെസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളിങ്ങനെ ഇപ്പൊ ഒറ്റ കുട്ടി ആയിരിക്കാം കല്യാണം കഴിഞ്ഞ് വലിയൊരു ജോയിന്റ് ഫാമിലിയിലേക്ക് പോകുന്നത്. ചിലരത് നല്ലപോലെ എൻജോയ് ചെയ്യും, കാരണം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നവർക്ക് അത് ചിലപ്പോൾ താല്പര്യമായിരിക്കും. ചിലപ്പോൾ പലതും ഷെയർ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ഈ ഒറ്റ കുട്ടിക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനെ പല കാര്യങ്ങളും വരും. അങ്ങനെ കൾച്ചർ നമ്മളുടെ വെൽനെസ്സിനെ ബാധിക്കുന്നു. പിന്നെ നമ്മൾ ഏത് കൾച്ചർ ഫോളോ ചെയ്യണം, ഏത് കാര്യങ്ങൾ ട്രഡീഷൻസ് ഫോളോ ചെയ്യണമെന്ന് ദാറ്റ് ഈസ് അപ് ടു അസ്, നമ്മൾക്കുള്ളത് തന്നെയാണ്. ഇനി അതല്ല വേറൊരെണ്ണം കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചോയ്സ് ആണ് അത് ഫോളോ ചെയ്യാന്നുള്ളത്. നമ്മൾക്ക് എന്താണോ സന്തോഷം തോന്നുന്നത് അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് കൾച്ചറൽ വെൽനെസ്. ക്ലൈമറ്റ് വെൽനെസ്, അതിലിപ്പോ നല്ല സ്റ്റഡീസും റിസർച്ചും ഒക്കെ നടക്കുകയാണ്. കാരണം ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കും തീർച്ചയായിട്ടും. പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ കോരിച്ചൊരിയുന്ന മഴ, വെയിൽ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, തലവേദന എടുക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ദാറ്റ്സ് ക്ലൈമറ്റ് നമ്മളെ ബാധിക്കും. നമ്മുടെ ഇവിടെ വെളിച്ചം എന്നുള്ളൊരു പ്രശ്നം വലിയ കാര്യമായിട്ട് വരാറില്ല. പക്ഷെ ചില നാട്ടിലൊക്കെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇരുട്ടാകുന്നു, അങ്ങനെ ഡേ ലൈറ്റ് കുറയുന്ന ഒരു ഇതുണ്ട്. ഞാൻ ഇന്നലെ ജർമ്മനിയിലുള്ള ഒരു ഞാൻ ചെയ്യുന്നൊരു പ്രോഗ്രാമിന് എന്നെ അസിസ്റ്റ് ചെയ്യുന്നൊരു പയ്യൻ ഇവിടെ പഠിക്കാനായിട്ട് പോയി. ഇന്നലെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാ പറഞ്ഞത് ഡേ ലൈറ്റ് കുറഞ്ഞു തുടങ്ങി അവിടെ. അപ്പൊ ആളുകൾ പൊതുവെ ഡിപ്രസീവ് മൂഡിലേക്ക് പോകാറുണ്ട്. അപ്പൊ അതങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇവര് ഫ്രണ്ട്സ് എല്ലാരും കൂടെ കൂടിയിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്തു. അപ്പൊ ഒരു ആക്ടിവിറ്റി ആയി. പിന്നെ എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്ത് കുറെ ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഡിപ്രസീവ് മൂഡിൽ നിന്ന് മാറി എല്ലാരും കൂടി ഇരിക്കുമ്പോൾ അതൊക്കെ ആകും. പിന്നെ അത് മാത്രമല്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആകുന്ന ടൈമാണ്. അപ്പൊ സപ്ലിമെന്റ്സും എടുക്കാൻ തുടങ്ങിയത് കാരണം അവര് വലിയ മൂഡ് സ്വിങ്സ് ഒന്നും വന്നിട്ടില്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. ക്ലൈമറ്റ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ഡേ ലൈറ്റ് അത്ര പെട്ടെന്നൊന്നും ഇപ്പം പെട്ടെന്ന് സന്ധ്യ ആകുന്നുണ്ട്, മീൻസ് അതും 6 മണിയൊക്കെ ആവുമ്പോഴല്ലേ. മറ്റേത് അവർക്കൊക്കെ 4 മണി ആവുമ്പോഴേ ഇരുട്ടാവും എന്ന് പറയണ്ടേ. ഓക്കെ ഫൈൻ, സോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് അതേനെ പറയാനെങ്കിൽ പറയാം, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ ചെയ്യാം. യെസ് മാം, എൻ്റെ പേര് ആൽബി, ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സൈൻ ഔട്ട് ചെയ്യാം. നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കുമെന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ പോലെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ടീച്ചർ ആകാൻ സാധിക്കട്ടെ, ആ ഒരു ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. അതുപോലെ അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തത് ജിഷ ടീച്ചറാണ്. അപ്പൊ ടീച്ചർ നമുക്ക് വെൽനെസ്സിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു, നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. അപ്പൊ ടീച്ചറിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ എന്നെ ഓർപ്പിക്കുക. ഞാൻ എന്റെ നമ്പർ God bless you. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am. Thank you. Thank you so Thank much. you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Bye bye. Thank you. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്പർ ഷെയർ ചെയ്താൽ, കാരണം ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് ഇപ്പോ ഓഫ് ചെയ്ത് ക്ലാസ് എൻഡ് ആയി പോവും. അപ്പൊ ക്ലാസ് തുടങ്ങുമ്പോ തന്നെ എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി കേട്ടോ. Okay, ma'am. Okay, ma'am. Thank you. Okay. Okay. Bye.